ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇന്നൊരു പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പാൽക്കപ്പയും കപ്പ ബിരിയാണിയൊക്കെയാണല്ലോ കപ്പ കൊണ്ട് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് നമുക്ക് കപ്പ വെച്ചിട്ട് പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 2 കപ്പ തൊലിയെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതുപോലൊരു ഗ്രേറ്റർ എടുത്തതിന് ശേഷം നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പിഴിഞ്ഞ് ഇതിൻ്റെ നീരൊന്ന് മാറ്റിയെടുക്കണം. ഇതിൻ്റെ നീര് നമുക്ക് ആവശ്യമില്ല, ഇതേപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇതേപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കിതുപോലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ കട്ടയൊക്കെ മാറ്റി നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂണോളം മതി, കൂടുതൽ വേണ്ട. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും പൊടിയൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് പുഴുങ്ങിയെടുക്കണം. അതിനായിട്ടൊരു പുട്ടുകുറ്റി എടുത്തതിന് ശേഷം സാധാരണ എങ്ങനെയാണോ പുട്ടുണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇത് ഫില്ല് ചെയ്തെടുക്കാം. ഇതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം പുട്ടുകുടത്തിൽ വെള്ളം വെച്ച് തിളച്ചതിന് ശേഷം നമുക്കിത് ആവി കയറ്റി എടുക്കാം. സാധാരണ പുട്ടുണ്ടാക്കിയെടുക്കും പോലെ തന്നെ ഇത് നമുക്ക് ആവി കയറ്റി എടുക്കാം. ഇതിവിടെ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി കപ്പപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു പുട്ടാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് മത്തിക്കറിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.